വാക്കുകളാണ്. ഒന്ന് സൈൻ, കോസ്, ടാൻ. എല്ലാവരും സ്മോൾ ആണ്. സൈനിന്റെ എസും എല്ലാം സ്മോൾ തന്നെയാണ്. ഓക്കെ, സൈൻ, കോസ്, ടാൻ. ഇനി ഈ സാധനങ്ങൾ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കുന്നോ അത്രത്തോളം ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നമുക്കിത് ആദ്യം കേൾക്കുമ്പം ഒരു ബുദ്ധിമുട്ട് കാണും. ഇപ്പൊ സ്പൈഡർമാൻ സിനിമ ആദ്യം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും 8 കാല് കടിച്ചാൽ ഇത്രയും ശക്തി കിട്ടുമോ. രണ്ടാമത്തെ വട്ടം കാണുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല. മൂന്നാമത്തെ വട്ടം നമ്മൾ പറയും അത് ഇപ്പോൾ അവന് ശക്തി കിട്ടും, 8 കാല് കടിക്കും എന്ന് നമ്മൾ പറയും. നാലാമത്തെ വട്ടം 8 കാലേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ ഒന്ന് കടിച്ച് സ്പൈഡർമാൻ ആക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അതുപോലെ തന്നെ ആദ്യം കാണുമ്പോൾ നമുക്ക് ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ദഹിച്ചോളും. അപ്പോൾ എന്താണ് സൈൻ, കോസ്, ടാൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ കിടക്കുന്ന 3 പേരും ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോനെ വിളിക്കുന്ന പേരുകളാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാം. ഒരു ട്രയാങ്കിളുകളുടെ സൈഡുകളുടെ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന സൈൻ, കോസ്, ടാൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ പണ്ട് വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ആരെന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ആക്സിലറേഷൻ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ എന്തായിരുന്നു? വെലോസിറ്റി ബൈ ടൈം ആണ് ആരെന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സാധനങ്ങളുടെ റേഷ്യോനെ നമ്മൾ ഇങ്ങനെ പറയും. ഇപ്പൊ ലെങ്തിന്റെ ബ്രെഡ്ത്ത് നമ്മൾ എന്ത് പറയും? ഏരിയ എന്ന് പറയും, അല്ലെ? ഇപ്പൊ ലെങ്തിനെയും ബ്രെഡ്ത്തിനെ നമ്മൾ ഗുണിക്കുന്ന സാധനത്തിന് ഏരിയ. ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും വോളിയം നമ്മൾ ഗുണിക്കുന്നത് നമ്മൾ എന്ത് പറയും? ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും ഹൈറ്റിനെയും നമ്മൾ ഗുണിക്കുന്നത് നമ്മൾ എന്ത് പറയും? വോളിയം എന്ന് പറയും. അതേപോലെ തന്നെ ട്രയാങ്കിളുകളുടെ റേഷ്യോകൾ, ട്രയാങ്കിളുകളുടെ സൈഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഈ പേരുകൾ പറയും. നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം. ഞാനിപ്പോ ട്രയാങ്കിൾ എടുത്തു. ഒരു ട്രയാങ്കിളിന്റെ പേര് എ ബി സി. ട്രയാങ്കിൾ എ ബി സി. ഇതിന്റെ ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. വേണേ തീറ്റ എന്ന് വിളിക്കാം. മറ്റേ പടത്തിലാന്ന് ചോദിക്കത്തില്ലേ എന്തുവാണ് ഈ തീറ്റ എന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ് ആണ്. ഗ്രീക്കോ ലാറ്റിനോ എന്തോ ഒരു ആൽഫബറ്റ് ആണ് ആരെന്ന് പറയുന്ന ആള് തീറ്റ എന്ന് പറയുന്ന ആൾ. നമ്മൾ എക്സ് കൊടുക്കുന്ന പോലെ അവരുടെ ഇപ്പൊ എന്ത് കൊടുക്കും? തീറ്റ കൊടുക്കും. നമ്മൾ വൈ കൊടുക്കുന്നതിന് പകരം അവർ തീറ്റ കൊടുക്കും. ഇങ്ങനെ വേറെയും കുറെ ആൽഫബറ്റുകളുണ്ട്. സൈ, കൈ, പൈ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ ആൽഫബറ്റുകളുണ്ട്. അതുപോലെ ഒരു ആൽഫബറ്റിനാണ് ആരെന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്ന ആള്. അതിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഒരു ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് തീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ തീറ്റ എടുത്താൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാൻ ഈ ആംഗിൾ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഇപ്പൊ 30, 40, 50, 60 എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ആംഗിളെ ഞാൻ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഈ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡിന് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന ആളെ എന്ത് പറയും? അഡ്ജസന്റ്. മലയാളത്തിൽ സമീപവശം എന്ന് പറയും. അടുത്ത് കിടക്കുന്ന ആള് സമീപമാണല്ലോ. ഓക്കെ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. മലയാളത്തിൽ എതിർവശം എന്ന് പറയും. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ഉണ്ടാവുമല്ലോ, ഒരു 90 ഡിഗ്രി ഉണ്ടാവുമല്ലോ. ഈ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. അപ്പൊ പണ്ടോട്ടെ നമ്മൾ അങ്ങനെയാ പറയുന്നത്. മലയാളത്തിൽ കർണം എന്ന് പറയും. ഓക്കെ, ഇനി ഇവരുടെ റേഷ്യോകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഓപ്പോസിറ്റ് സൈഡിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഡിവൈഡ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ സൈൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? സൈൻ എക്സ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴാണ് ആര് കിട്ടുന്നതെന്ന് പറഞ്ഞു? സൈൻ എക്സ് എന്ന് പറഞ്ഞു. ഒന്ന് തിരിച്ച് ചിന്തിക്കുക. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരായിരിക്കും? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ആരെന്ന് പറയുന്നത്? സൈൻ എക്സ് എന്ന് പറയുന്നത്. തലയിലോട്ട് കയറ്റുക, ഉറപ്പിക്കുക, രണ്ടാമതൊരു സംശയമില്ല, ആലോചനയില്ല. സൈൻ എക്സ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? സൈൻ എക്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ ഒരു അഡ്ജസന്റ് സൈഡ് കിടക്കണം. ഈ അഡ്ജസന്റ് സൈഡിനെ ഞാൻ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന സാധനം നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ് എക്സ് എന്ന് പറയും. ഓക്കെ, അഡ്ജസന്റ് സൈഡിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്? ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ കിട്ടുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോസ് എക്സ് എന്ന് പറയും. ഇനി അടുത്തതായിട്ട് ഈ ഓപ്പോസിറ്റിനെ അഡ്ജസന്റ് ഡിവൈഡ് ചെയ്യാം. ഓപ്പോസിറ്റിനെ എന്ത് ചെയ്യുന്നു? അഡ്ജസന്റ് ഡിവൈഡ് ചെയ്യും. ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് ടാൻ എക്സ്. ഓക്കെ, അപ്പം ഈ 3 സാധനങ്ങൾ നന്നായിട്ട് തലയിലോട്ട് കയറ്റി അങ്ങ് ഉറപ്പിച്ചു വെക്കുക. സൈൻ എക്സ് എന്ന് പറയുന്ന ആള് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ചെയ്യുന്നതാണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റിനെ അഡ്ജസന്റ് ഡിവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ എഴുതിയിടുക. സോ SOH സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്.
അടുത്ത എന്തുവാണ് CH cos is equal to adjacent by hypotenuse. അടുത്ത എന്ത് എഴുതുക tau tan is equal to opposite by adjacent. ഇനി നമുക്ക് തിരിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ല എടുത്തത്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എടുക്കാം ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് എടുക്കാം. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് എടുക്കാം. അങ്ങനെയുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊസീക് എക്സ് എന്ന് പറയും. കൊസൈൻ എന്നാണ് നമ്മൾ പറയുന്നത്, കൊസീക് എന്നില്ല. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആൾ ആരാണ് കൊസീക് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ പിടിച്ച് നമുക്ക് തിരിച്ചിടാമല്ലോ. ഇവിടെ നമുക്ക് തിരിച്ച് എങ്ങനെ ഇടാം ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസെന്റ്, സോറി ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസെന്റ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചു നമുക്ക് കിട്ടുന്ന സാധനമാണ് സീക് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇവനെ നമുക്ക് തിരിച്ചിടാമല്ലോ. ഇവനെ തിരിച്ചു നമുക്ക് എന്ത് കിട്ടും അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോട്ടെക്സ് എന്ന് പറയും. അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ് ആണ് ആരെന്ന് പറയുന്ന കോട്ടെക്സ് എന്ന് പറയുന്നത്. ഈ സാധനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കല്ലുകടി ഉണ്ടാവും, ഒരു ദഹനക്കുറവ് ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ട്രിഗ്നോമെട്രിയുടെ ബേസ്. ഈ സാധനം എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കുന്നു അത്രത്തോളം ഇപ്പോൾ ആൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവേഴ്സിന്റെ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല, നമുക്ക് ഇതാണ് ആവശ്യമുള്ളത്. സൈൻ എന്ന് പറയുന്നത് കോസ് ടാൻ. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഒരു ട്രയാങ്കിളിന്റെ സൈൻ, ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിന്റെ സൈൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസെന്റ്. കോസ് എടുക്കാൻ പറഞ്ഞാൽ അഡ്ജസെന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എടുക്കാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. നമുക്ക് ഇവിടെ പേരൊക്കെ ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ പേര് വരും നോക്കാം. നോക്കിയേ, സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് എന്തുവാ AC അല്ലേ. സോ AC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതാണ് BC അല്ലേ. സോ AC ബൈ BC. കോസ് എക്സ് പറഞ്ഞേ, കോസ് എക്സ് എടുക്കണമെങ്കിൽ അഡ്ജസെന്റ് എന്ന് പറയുന്ന ആരാ AB അല്ലേ. ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ആരാ BC അല്ലേ. ടാൻ എക്സ് ആരാന്ന് നോക്കിയേ, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആരാ AC ഡിവൈഡ് ബൈ ഈ സാധനം എന്ന് പറയുന്ന ആരാണ് AB. അപ്പൊ AC ഡിവൈഡ് ബൈ ആരാണ് AB. അപ്പോൾ ഇത്രയും സാധനം നല്ല വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക.